നമസ്കാരം. കേന്ദ്ര സർക്കാർ ഇപ്പോൾ പരിഷ്കരിച്ചിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റിന്റെ പുതിയ അറിയാമല്ലോ വിവാദമായിക്കൊണ്ടിരിക്കുകയാണത്. ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും നമ്മുടെ രാജ്യത്ത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ആരെയെന്ന് ചോദിച്ചാൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള സാമൂഹ്യ ബോധമൊക്കെ ഉള്ള വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ എന്ന് നടിക്കുന്ന നമ്മൾ മലയാളികൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. അതായത് മലയാളികൾക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് നഷ്ടപ്പെടാൻ പോകുന്നത്, പൗരന്മാർ അല്ലാതായി തീരാൻ പോകുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലും ഉണ്ട് അവിടെ കൂടുതൽ ദളിതുകൾ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ അതെങ്ങനെയാണെന്ന് വിശദീകരിക്കാം. ഇവിടെ മലയാളികൾ കൂടുതൽ ലക്ഷക്കണക്കിന് പേർക്ക് വോട്ട് ഇല്ലാതായി തീരും. ഒരുപക്ഷെ അവർ ഇന്ത്യൻ അല്ലാതായി തീരും എന്നത് വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പൗരന്മാരാണ് എന്ന് മലയാളികൾ തെളിയിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുക. ഓടും, നന്നായിട്ട് നട്ടോട്ട് ഓടും. നോട്ട് നിരോധനത്തിന് ആ സമയത്ത് നമുക്കറിയാമല്ലോ, ബാങ്കുകളുടെ മുന്നിൽ നീണ്ട ക്യൂ ആയിരുന്നു. അവിടെ നിന്ന് കിട്ടുന്ന നയ്ക്കാപ്പിച്ച വാങ്ങാൻ വേണ്ടിയിട്ട്. നമ്മുടെ പണം ബാങ്കിൽ കൊണ്ടിട്ടിട്ടാണ് ഇങ്ങനെ നിൽക്കേണ്ടി വന്നെന്ന് ചിന്തിക്കണം. അത് നമ്മുടെ കയ്യിലുള്ള മറ്റേ കറൻസി, നിലവിൽ നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് എടുത്തു വെച്ചിരുന്നുള്ള പണം തിരികെ കൊണ്ടിടാനും എന്നിട്ട് അവിടെ നിന്ന് നക്കാപ്പിച്ച തിരിച്ചു വാങ്ങാനും വേണ്ടി നമ്മൾ ക്യൂ നിന്ന ആ ഒരു ദുരവസ്ഥ ഒന്ന് ആലോചിച്ചാൽ മതി. ആ ഒരു അവസ്ഥ അതിനേക്കാൾ ഭീകരമായിരിക്കും ഇത്. അന്ന് കയ്യിലുള്ള പണം കൊണ്ടിടാനും ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ അരി വാങ്ങാനുള്ള പൈസ തിരിച്ചു വാങ്ങാനായിരുന്നു അത്തരത്തിൽ ക്യൂ നിന്നിരുന്നെങ്കിൽ, ഇനി ക്യൂ നിൽക്കേണ്ടത് ഇന്ത്യൻ പൗരന്മാരാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വിദേശത്ത് നമ്മുടെ മലയാളികളൊക്കെ വിദേശത്തുണ്ട്, ഒരുപാട് പേർ വിദേശത്ത് താമസിക്കുന്നവരാണ്. അവരൊക്കെ നന്നായി ബുദ്ധിമുട്ട്. നമുക്ക് SIR കുറിച്ച് നമുക്കൊന്ന് നോക്കാം. വോട്ടർ പട്ടികയിൽ നിന്ന് ഒന്നിലധികം സ്ഥലങ്ങളിൽ പേരുള്ളവരെ, മരിച്ചവരെ, കുടിയേറി പാർത്തവരെ, അതുപോലുള്ള അനധികൃത കുടിയേറ്റക്കാരെ ഒക്കെ നീക്കം ചെയ്ത് കുറ്റമറ്റ കൃത്യമായ വോട്ടർ പട്ടിക ഉണ്ടാക്കുക എന്നതാണ് ഈ തീവ്ര പരിശോധനയുടെ പ്രധാന ലക്ഷ്യം. ഇത് ഒരു നല്ല ഉദ്ദേശമാണ്. ഇത് മാത്രമാണ് ഇതിന്റെ ഉദ്ദേശമെങ്കിൽ വളരെ നല്ല ഒരു ഉദ്ദേശമാണ്. പക്ഷെ ഇത് നടപ്പിലാക്കുന്ന മാർഗമാണ് സംശയമുണർത്തുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ജനങ്ങൾ, ഇന്ത്യയിലെ പൗരന്മാർ ഇന്ത്യക്കാർ തന്നെ ആയിരിക്കണം. ഇവിടെ ജനിച്ചു വളർന്നവർ, ഇവിടെ ഉള്ളവർ, ഇന്ത്യയോട് കൂറുള്ളവർ, അവർ മതി എന്ന നിലപാട് തന്നെയാണ് എനിക്കും. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ അത് തെരഞ്ഞെടുക്കാൻ, ആരൊക്കെയാണെന്ന് തെരഞ്ഞെടുക്കാൻ ഒരു അടിസ്ഥാന വോട്ടർ പട്ടിക, ഒരു കരട്, ഒരു ബേസ് റോൾ, ആ റോള് തെരഞ്ഞെടുത്തതിൽ വലിയ അപാകതയാണുള്ളത്. 2002-2004 കാലഘട്ടങ്ങളിൽ പുറത്തിറക്കിയിട്ടുള്ള അവസാനത്തെ പരിഷ്കരണം, ഒരു വോട്ടേഴ്സ് ലിസ്റ്റിന്റെ ഒരു പരിഷ്കരണമുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ആരൊക്കെയാണ് ഇന്ത്യൻ പൗരന്മാർ, ആർക്കൊക്കെയാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാൻ പോകുന്നത് എന്നാണ് പറഞ്ഞത്. ഇതിലൊരു വലിയ ഒരു അപകടമുണ്ട്. ഇപ്പൊ ഈ പഞ്ചായത്ത് ഇലക്ഷന് വന്നിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനു മുമ്പ് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് വോട്ട് ചെയ്ത പലർക്കും ഇപ്പോൾ വോട്ടില്ല. അവർ രണ്ടാമത് വോട്ട് ചേർക്കേണ്ടി വന്നു. ചിലരൊക്കെ അടുത്ത പഞ്ചായത്തിലേക്ക് പോയി. അങ്ങനെയൊക്കെയാണ്. അതായത് തോന്നിയതുപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോഴും മനസ്സിലാകാത്തത്, വോട്ടേഴ്സ് ലിസ്റ്റിൽ കൃത്യമായി പേരുള്ള വിവരങ്ങളുള്ളവർ അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ലിസ്റ്റിൽ നിന്ന് പുറത്താകുന്നത് എന്നാണ്. എന്നെങ്കിലും എടുക്കുന്ന ഒരു ലിസ്റ്റ്, ആ ലിസ്റ്റ് തൂക്കിയെടുത്തിട്ട് അതങ്ങോട്ട് പ്രസിദ്ധീകരിക്കും കരടായിട്ട്. അപ്പോൾ അതിലില്ലാത്തവരൊക്കെ ഓടിക്കോളും. വണ്ടിയും വിളിച്ച്, ഓട്ടോറിക്ഷയും വിളിച്ചിട്ട് പിന്നെ പേര് ചേർക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ജനങ്ങൾ ബുദ്ധിമുട്ടാണ്, നട്ടം തിരിയാണ്. അതായത് ജനങ്ങൾ വെറും കഴുതകളാണ് എന്ന് സ്ഥാപിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഭരണാധികാരികളും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ശ്രമിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാ തെരഞ്ഞെടുപ്പിനും മുമ്പ് നടക്കുന്ന വോട്ടേഴ്സ് ലിസ്റ്റിന്റെ പരിഷ്കാരം അങ്ങനെ തന്നെയാണ്. ഏതെങ്കിലും കാലത്ത് അവർ കയ്യിൽ കിട്ടുന്ന ഒരു ലിസ്റ്റ് എടുക്കും. ആ ലിസ്റ്റിൽ ആരൊക്കെ ഉണ്ടോ അതങ്ങോട്ട് പ്രസിദ്ധീകരിക്കും കരട് ലിസ്റ്റായിട്ട്. പിന്നെ ഇല്ലാത്തൊരു, ചിലപ്പോൾ മരിച്ചവരൊക്കെ അതിനകത്തുണ്ടാവും, അവരെ നീക്കം ചെയ്യണം. പിന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു പോയവർക്ക് വീണ്ടും ആഡ് ചെയ്യണം. എന്നാൽ തൊട്ട് മുമ്പത്തെ അപ്ഡേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ വലിയ തിരുത്തുണ്ടാവില്ല. ഏതാനും വോട്ടുകൾ, അതിനുശേഷം വന്ന വോട്ടുകൾ, 18 വയസ്സ് തികഞ്ഞവർക്കുള്ള കൂട്ടിച്ചേർക്കലും അതിൽ മരണപ്പെട്ടു പോയവരെ ഒഴിവാക്കിയാലും മതി. വളരെ എളുപ്പത്തിൽ കാര്യം നടക്കും. പക്ഷെ ഓരോ തവണ വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കുമ്പോഴും അങ്ങനെയല്ല ഉണ്ടാകുന്നത്. അതിനേക്കാളും വലിയ ദുരന്തമാണ് ഇനി വരാൻ പോകുന്നത്. അതായത് നിലവിൽ വോട്ടുള്ള പലരും ഇന്ത്യൻ പൗരന്മാരല്ലാതായി തീരും. അവരൊക്കെ, പ്രത്യേകിച്ച് മലയാളികൾ ഇനി ഇന്ത്യൻ പൗരന്മാരാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടേണ്ട ഒരു ഗതികേടാണ്. അതെങ്ങനെ നമുക്ക് നോക്കാം. 2002 ഒരു ബേസ്, ആ ബേസ് വെച്ചിട്ടാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ 2002 തൊട്ട് തലേവത്ത് 2001 വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ട് എന്ന് കരുതുക. 2005 പേരുണ്ട്. പക്ഷെ 2002 മുതൽ 4 വരെയുള്ള കാലത്ത് പേരില്ല എന്ന കാരണത്താൽ അവർ ഇന്ത്യൻ പൗരന്മാരല്ലാതായി തീരും. ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടാകുന്ന എങ്ങനെ? ആള് വിദേശത്താണെന്നുണ്ടെങ്കിൽ, വിദേശത്ത് ജോലിയാണെന്നെങ്കിൽ, പ്രവാസികൾക്കാണെങ്കിൽ ഒരു വോട്ടില്ല. അവരിവിടെ വന്ന് വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർത്താലേ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2002 മുമ്പുള്ള പ്രവാസത്തിലേക്ക് പോയിട്ടുള്ള ആൾക്കാർ, അവിടെ ജീവിച്ച്
ജോലി ചെയ്ത് നമ്മുടെ ഈ രാജ്യത്തിലേക്ക് സമ്പത്ത് എത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാസി മലയാളികളടക്കമുള്ള മുഴുവൻ ആൾക്കാർ, അവരുടെ മക്കൾ 2004 ശേഷം ഇവിടെ മര്യാദയ്ക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അവരൊക്കെ പൗരന്മാരല്ലാതായി തീരുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ വെച്ച് മനസ്സിലാകുന്നത്. അന്ന് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവരൊക്കെ ഇന്ത്യൻ പൗരന്മാർ. ഇനി അതല്ലാത്തവർ മുഴുവൻ കാര്യങ്ങളും രേഖകളും എല്ലാം കൊണ്ടുവന്ന് തങ്ങൾ ഇന്ത്യക്കാരാണ്, ഇന്ത്യൻ പൗരന്മാരാണ്, വിദേശീയരല്ല, ഇവിടെ വന്നതല്ല, ഇടിച്ചു കയറി വന്നതല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ഇന്ത്യൻ പൗരന്മാരായി മാറേണ്ട ഒരു ഗതികേടാണ്. അതായത് 2002 ശേഷം 2004 കാലഘട്ടത്തിൽ ആ സമയമുണ്ടല്ലോ, ആ സമയത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് അതിൽ പേര് ചേർത്ത ശേഷം അതിനുശേഷമുള്ള വോട്ടർമാർ അവരുടെ പൗരത്വം, ജനനത്തീയതി, താമസ സ്ഥലം ഇതെല്ലാം തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കേണ്ടി വരും. എന്തൊക്കെ രേഖ എങ്ങനെ സമർപ്പിക്കും? എവിടെ നിന്ന് ഈ രേഖകൾ ഉണ്ടാക്കും? ജനം നെട്ടോട്ടമോടും. ജനത്തിനാകെ ഒരു പരിഭ്രാന്തി ഉണ്ടാക്കി കുറച്ചു പേരെ വീണ്ടും ആ പൗരത്വത്തിന്റെ കാര്യം ഒരു വിവാദം വന്നിരുന്നല്ലോ. ചിലരൊക്കെ എന്നെ പോലും വിളിച്ചിരുന്നു, ഈ രേഖകൾ എങ്ങനെ കിട്ടും, മുസ്ലിങ്ങൾ മുഴുവൻ പൗരത്വത്തിന് പുറത്താക്കാൻ പോകുന്നു, അവരൊക്കെ പാകിസ്ഥാനിയാക്കാൻ പോകുന്നു എന്ന നിലയിൽ ചില പ്രചരിക്കാൻ ഉണ്ടായി. അപ്പൊ അതൊക്കെ കേട്ട് പേടിച്ചതുപോലെ ഒരു പ്രചരണമാണ് ഇപ്പൊ നടക്കുന്നത്. അതായത് ഇതിൽ എന്താണ് ഇതിന്റെ വസ്തുത എന്ന് സർക്കാർ പോലും ക്ലിയർ ആയിട്ട് പറയുന്നില്ല. പക്ഷെ ഇതുവരെ ഉള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് 2002 ആ വോട്ടേഴ്സ് ലിസ്റ്റ് അടിസ്ഥാനമാക്കി എടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം ലിസ്റ്റിൽ പേര് വന്നവരൊക്കെ വീണ്ടും അവരുടെ രേഖകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്നുവെന്നും ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കേണ്ടി വരും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാമല്ലോ, 2002 ശേഷം ജനിച്ചവര് ഇവിടെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൾഫുകാരുടെ മക്കള് പ്രവാസികളാണ് കേരളത്തിൽ വലിയൊരു ഭാഗം എന്ന് പറയുന്നത്. കേരളത്തിലേക്കുള്ള ഇന്നത്തെ ഈ സാമ്പത്തിക അവസ്ഥയുടെ പ്രധാന കാരണം നമ്മുടെ പ്രവാസികളാണ്. അപ്പോൾ അവരുടെ മക്കളൊക്കെ ഇന്ത്യൻ പൗരന്മാരല്ലതായി തീരും. പിന്നെ വീടില്ലാത്തവരുണ്ട്, വീടില്ലാതെ ഇടയ്ക്കിടയ്ക്ക് വാടക വീട് മാറി മാറി താമസിക്കുന്നവരുണ്ട്, സ്ഥലം മാറി മറ്റിടത്ത് താമസിക്കുന്നതുണ്ട്, 2002 ശേഷം മറ്റെവിടെയെങ്കിലുമൊക്കെ പോയി താമസിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഇനി നെട്ടോട്ട് ഓടേണ്ടി വരും. അവർക്കൊന്നും രേഖ ഉണ്ടാവില്ല. ഒരു വലിയ ആശങ്കയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തൊക്കെ രേഖകളാണ്, എങ്ങനെയൊക്കെയുള്ള രേഖകളാണ് എന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ആ വീഡിയോ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഒന്ന് കാത്തിരുന്നാൽ മതി. ഏതൊക്കെ രേഖകൾ ഉണ്ടെങ്കിൽ നമുക്ക് വോട്ടേഴ്സ് ലിസ്റ്റ് പേര് രേഖപ്പെടുത്താമെന്ന് പറയുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം വിശദമായി പറയുന്നുണ്ട്. ഏതായാലും അതിർത്തിയിലാണ്, ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളിലാണ് ഇതൊക്കെ നേരത്തെ നടപ്പിലാക്കിയിരുന്നുണ്ടെങ്കിൽ അത് വേണം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം അവിടെ എളുപ്പമാണ്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് കടന്നു വന്നവർ, അത് അതിർത്തി സംസ്ഥാനങ്ങൾ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ കേരളത്തിൽ ഒരുപാട് ബംഗാളികളെന്നും നേപ്പാളികളെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നിൽക്കുന്ന പലരും ബംഗ്ലാദേശികളാണ്. ഇത് മൊത്തത്തിൽ ഇതിന്റെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് ശരിയാണ്, നല്ലതാണ്. പക്ഷെ അത് നടപ്പിലാക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക അകറ്റിയിട്ട് വേണം. കാരണം ഒരുപാട് പേർ പൗരത്വം തെളിയിക്കാൻ നെട്ടോട്ടമോടും രേഖകളില്ലാത്തത് കൊണ്ട്. അവരുടെ അപ്പനപ്പന്മാരുടെ കാലം മുതൽ, അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ഇവിടെ താമസിച്ചു വന്നിരുന്ന ആൾക്കാരുടെ മക്കളും കൊച്ചുമക്കളും പേരക്കുട്ടികളുമായിട്ടുള്ള ഇന്നുള്ളവർ പൗരത്വം തെളിയിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടേണ്ടി വരുന്നു എന്നത് വളരെ വിഷമം പിടിച്ച ഒരു സംഗതി തന്നെയാണ്. സർക്കാർ അതിനൊരു പരിഹാരം കാണേണ്ടതുണ്ട്. ഈ നിലയൊക്കെ ഒന്ന് മാറ്റണം. പൗരത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആശങ്ക, ആ ആശങ്കകൾ മാറ്റിയിട്ട് വേണം ഇക്കാര്യങ്ങൾ നടത്താൻ. ഇല്ല എന്നുണ്ടെങ്കിൽ വലിയ ദുരന്തമാണ് കേരളം അല്ലെങ്കിൽ ഇന്ത്യ നേരിടേണ്ടി വരുന്നത്. ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തുന്നതല്ല, നമ്മുടെ കേരള സർക്കാർ അടക്കം, പിണറായി സർക്കാർ അടക്കം സർക്കാരുകൾ നോക്കുകുത്തിയായിരിക്കുന്നു എന്നുള്ളതാണ്. വെറും നോക്കുകുത്തിയാണ്. അവർ പ്രതികരിക്കുന്നില്ല, ഇതിന്റെ ഒരു അപകടം മനസ്സിലാക്കുന്നില്ല. ഇത് നടപ്പിലാക്കുന്നതിന്റെ ഒരു അപകടം അത് കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കാണ് ആൾക്കാരുടെ ഒഴുക്ക് എന്നുണ്ടെങ്കിൽ, തൊഴിൽ തേടിയുള്ള ആൾക്കാരുടെ ഒഴുക്ക് എന്നുണ്ടെങ്കിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് ആൾക്കാർ ഒഴുകുന്നത് വിദേശത്തേക്കാണ്. അത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് മാത്രമല്ല, മറ്റ് രാജ്യങ്ങളിലേക്കും പോകുന്നുണ്ട്. എല്ലാവരും കുടിയേറ്റക്കാരൊന്നുമല്ല, അവരുടെ ജീവനും ജീവിതവും ഒക്കെ ഇവിടെയാണ്. പക്ഷെ അവരൊക്കെ പൗരത്വത്തിന് പുറത്തേക്ക് പോകും. 2002 ശേഷമുള്ള അവരുടെ മക്കൾ ഇന്ത്യൻ പൗരന്മാരല്ലാതായി തീരുമെന്നൊരു ആശങ്ക നിലനിൽക്കുമ്പോൾ അതുകൂടി പരിഹരിക്കേണ്ടത് കേന്ദ്ര സർക്കാർ മാത്രമല്ല, ഇത്തരത്തിലൊരു പ്രതിസന്ധി ഇവിടെ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടത് കേരളത്തിലെ നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം സഖാവ് പിണറായി നയിക്കുന്ന ഈ സർക്കാരിന്റെ ഉത്തരവാദിത്വം കൂടിയാണ്. പക്ഷെ അത് നടപ്പിലാക്കോ ഇല്ലയോ എന്ന് അറിയാൻ വയ്യ. കാരണം ഇപ്പോ അവരുടെ പോക്ക് എങ്ങനെയാണ് എന്ന് ജനം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. Different angles. Don't forget to subscribe and support this channel.